ഉണ്ണി മുകുന്ദനെതിരായ ഒരു പരാതി ശ്രദ്ധയിൽപ്പെട്ടോ? വിപിൻ കുമാർ എന്ന അദ്ദേഹത്തിൻ്റെ ഞാൻ കണ്ടില്ല, പക്ഷേ എന്തോ മാനേജറായിട്ട് എന്തോ തർക്കം. പുള്ളിന് മുമ്പ് ആ മറ്റേ മേജർ റിവേറ്റ് ഇഷ്യൂ ഉണ്ടായതാണ്. ഐ തിങ്ക് പുള്ളി വളരെ ഷോർട്ട് ടെമ്പേർഡ് ആവുന്നു, മമ്മൂക്കിയുടെ പോലെ വളരെ ഷോർട്ട് ടെമ്പേർഡ് ആവുന്നു. ഫുൾ ഡീറ്റെയിൽസ് എനിക്ക് അറിയില്ല, ഞാൻ കണ്ടു, ഞാൻ ന്യൂസ് കണ്ടു. ഉണ്ണി ബന്ധം അങ്ങനെയുള്ള ഒരാളാണോ? കുറച്ച് ഷോർട്ട് ടെമ്പേർഡാണ് പുള്ളി, പോലെ ഒരു ശുദ്ധനാണ് പുള്ളി. എനിക്ക് പണ്ടുള്ള പരിചയം ഉണ്ടായിരുന്നു. ശുദ്ധനായ മനുഷ്യനാണ്. നമ്മൾ മമ്മൂക്കിയുടെ പോലെ പെട്ടെന്ന് ചൂടാവുന്ന ആളാണ്. ചിലപ്പോൾ മീഡിയക്കാരുടെ ചിലപ്പോൾ മോശം ചില രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. ഒരു ശുദ്ധനായ ആളായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നു. ഇപ്പം സുഹൃത്ത് മമ്മൂക്കേൻ്റെ പേഴ്സണായിട്ട് ഒരുപാട് സിമിലാരിറ്റി ഉണ്ട്. പുള്ളി അതിനുള്ള അടുപ്പമാണ്. ശുദ്ധനായ ആളാണ്, പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ആളാണ്. ഇപ്പം ചേട്ടൻ്റെ സുഹൃത്തായിട്ടുള്ള അലിൻ ജോസ് പെരേര ഒരുപാട് ഗ്രസ്വ ചിത്രങ്ങളിലും അതേപോലെ കടകളുടെ ഉദ്ഘാടനത്തിനൊക്കെ ഫംഗ്ഷനിലൊക്കെ പോകുന്നുണ്ട്. ചേട്ടനും അത്തരത്തിൽ പോകാനുള്ള പ്ലാനൊക്കെ ഉണ്ടോ? ഞാൻ സൺഡേ പോയിട്ടുണ്ടായിരുന്നു ഫംഗ്ഷന്. ഞാനും പോകുന്നുണ്ട് കുറച്ച്. ഷോർട്ട് ഫിലിമിലും മറ്റൊക്കെ അഭിനയിക്കാൻ? ഷോർട്ട് ഫിലിം ഞാൻ പണ്ട് കുറേ മൂന്നാം ചെയ്തതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ചില ഇൻസിഡൻസ് വന്നപ്പോൾ ഞാൻ പോകാതിരുന്നതാണ്. ഇനി ആക്റ്റീവ് ആവുന്നുണ്ട്. ഇപ്പോൾ ഈ സിനിമ റിവ്യൂ പറച്ചിലുള്ളതാണല്ലോ സജീവമാവുന്നത്. ഇപ്പോൾ എന്നാൽ റിവ്യൂ പറയുന്നതൊക്കെ കുറച്ചിട്ടില്ലേ? ഇനിയിപ്പോൾ ഈ ആഴ്ച എനിക്ക് പറ്റില്ല, അടുത്ത ആഴ്ച ഞാൻ പോകുന്നുണ്ട്. ഇപ്പോൾ വനിതാ തിയേറ്ററിലൊന്നും അങ്ങനെ റിവ്യൂസ് ആരും പലരും കേട്ടാറില്ല. ഞാൻ പക്ഷേ സിനിമ കണ്ട് എൻ്റെ യൂട്യൂബിൽ മറ്റേ റിവ്യൂ എടുക്കാറുണ്ട്. ചലച്ചിത്ര മേഖലയിലുള്ള നടിമാരൊക്കെ കാണുമ്പോഴാകട്ടെ അവരുടെയൊക്കെ സിനിമകളെ പറ്റിയുള്ള പറയുന്ന അഭിപ്രായങ്ങൾ ഞാൻ ഡിറ്റി ഉജ്ജ്വലം കണ്ടിട്ട് ധ്യാനം വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ധ്യാനം കണ്ട് നല്ല മൂവിയായിരുന്നു. നരിവേട്ടനായി കണ്ടു, നല്ല മൂവിയാണ്. ധ്യാൻ എന്താ വിളിച്ചോന്ന് പറഞ്ഞിരുന്നു? ധ്യാനം മെസ്സേജ് അയച്ചു, നല്ല. അപ്പോൾ ധ്യാനം പറഞ്ഞു, ധ്യാൻ റെസ്പോണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പടം കാണുന്ന മുമ്പ് ഞാൻ റിവ്യൂവിനെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.